ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന കൽമാസ് അതേ രുചിയിൽ വീട്ടിലുണ്ടാക്കാം. അതിനായി 2 ചെറിയ ബൗള് ഒറോട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒറോട്ടിപ്പൊടിയിലാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് അരമുറി തേങ്ങേൻ്റെ പകുതിയും ഒരു 5-6 ചെറിയുള്ളി, ഒരു പിഞ്ച് ചെറിയ ജീരകം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചത് നമുക്ക് ഈ പൊടിയിലോട്ട് ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ചായി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് റോളാക്കിയെടുക്കാം. ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന അതേ ഷേപ്പിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ റോൾ ചെയ്തെടുത്ത് ആവിയിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ടൈമൊന്നും നമ്മളിങ്ങനെ ആവിയിൽ വെക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി കയറിയപാട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ആവി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് വയ്ക്കാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി ഇതുപോലെ പുരട്ടിയെടുക്കാം. അതിനുശേഷം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കൽമാസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിലും ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.